ഞാൻ പ്രവർത്തിച്ച സിനിമകളിലുണ്ട് വയലൻസ് ഉണ്ട്. ഞാൻ വയലൻസ് ഉള്ള സിനിമകളിൽ അഭിനയിക്കാറുണ്ട്. പക്ഷെ ഞാൻ അഭിനയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്കതിനെ ന്യായീകരിക്കാനൊന്നും അവകാശമില്ല. ഇപ്പോൾ മാർക്കോൽ എന്നെ വിളിച്ചാൽ ഞാൻ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ടാവില്ലേ? ഈ സിനിമാ സമരം തന്നെ പൂർണ്ണമായും തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. കല ജീവിതത്തിന് വേണ്ടിയാണ്. കലയ്ക്ക് വേണ്ടിയിട്ടാണ്. കലയും കൂടി അവിടെ കുത്തിരി സംസാരിച്ചോണ്ട് ഏതെങ്കിലും റൂമിലിരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ. ഇത് സിനിമാ തിയേറ്ററിലൊക്കെ വരുമ്പോൾ കലയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല. അതൊക്കെ രക്ഷപ്പെടാനുള്ള ഓരോ തന്ത്രങ്ങളാണ്. കലയ്ക്ക് വേണ്ടിയാണ്. സിനിമ എന്ന് പറയുന്നത് സ്വാധീനിക്കപ്പെടും, ഉറപ്പായിട്ട് സ്വാധീനിക്കപ്പെടും. ഇല്ലെന്നൊന്നും. അതുകൊണ്ടാണല്ലോ നമ്മൾ അമിതാഭ് ബച്ചൻ്റെ പോലെ ഒരു കാലത്ത് നടന്നത്. അതൊക്കെ നമ്മൾ അതേപോലെ ബച്ചൻ്റെ പോലെ പാടും. ബച്ചൻ പാടിയ പാട്ടാണത്. ജനത മുഴുവൻ ഇരിക്കുന്ന കസേരല്ലേ തിയേറ്ററിലെ, ആ കസേരൻ്റെ മുകളിൽ ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ പാട്ടിന് ഡാൻസ് കളിക്കുന്നു തിയേറ്റർ മുഴുവൻ. അത് കുറേ ആൾക്കാരുടെ ജീവിതമല്ലേ. ഇതൊക്കെ പ്രേംകുമാർ നന്നായിട്ട് അറിയുന്ന, അയാൾ സീരിയലിൽ വർക്ക് ചെയ്ത ആളല്ലേ. എൻ്റെ കാലത്ത് ഭയങ്കര സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുഴുവൻ എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറഞ്ഞാൽ ഏത് അക്കാദമി ചെയർമാനാണെങ്കിലും സോറി നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ തമിഴിൽ വരുമ്പോൾ ഹരീഷ് പേരടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കൂടുതലും തമിഴിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി തോന്നുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നതല്ല, എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. തമിഴ് മക്കൾ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. എൻ്റെ കമന്റ് ബോക്സിൽ ഇതേ ഉള്ളൂ. അതായത് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അഭിപ്രായം പറയാൻ പറ്റും. അപ്പം അതിൽ കുറേ ഹിറ്റ് പാട്ടുകളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ ശ്രീരാമൻ്റെ കാത്തരുളുക ശ്രീരാമ വരമരുളുക ശ്രീരാമ കേൾക്കാനിനിയും വൈകരുതേരി ഒരു പാട്ട്. നമസ്കാരം. ഇന്ന് റിപ്പോർട്ടർ സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം ഉള്ളത് ഹരീഷ് പേരടിയാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഹരീഷ് പേരടി എന്ന് പറയുമ്പോൾ പുതിയൊരു സിനിമയുമായി വന്നിരിക്കുകയാണ്, ദാസേട്ടൻ്റെ സൈക്കിൾ. എന്താണ് ദാസേട്ടൻ്റെ സൈക്കിൾ? ദാസേട്ടൻ്റെ സൈക്കിൾ ഒരു സാധാരണ സൈക്കിളാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ സാധാരണ സൈക്കിളാണ്. പക്ഷെ സൈക്കിളിന് ഒരുപാട് കഥ പറയാനുണ്ട്. അതിന്റെ ടാഗ് ഇറ്റ്സ് നോട്ട് എ ബൈസിക്കിൾ ബട്ട് എ സൈക്കിൾ. സൈക്കിൾ അത് അയാളുടെ ഒരു ജീവിത ചക്രമാണ്. അത് വേറൊരു സൈക്കിൾ മാത്രമല്ല. എന്നാലൊരു സൈക്കിൾ ഉണ്ട് തരും. അതൊരു അയാളുടെ ഒരു സന്തത സഹചാരിയാണ്. തൻ്റെ ഒരു അവയവം പോലെ തന്നെ അയാൾ കൊണ്ടു നടക്കുന്നൊരു സാധനമാണ്. അതിനപ്പുറം ഞാൻ പറഞ്ഞില്ലേ, ആ സൈക്കിളിൻ്റെ ഒരുപാട് പിന്നാമ്പുറങ്ങളും മുന്നാമ്പുറങ്ങളും ഒക്കെ ഉണ്ടതിന്. അപ്പോൾ സമകാലിക വിഷയങ്ങളിലൂടെയാണ് ദാസേട്ടൻ ആ സൈക്കിൾ ചവിട്ടിക്കൊണ്ടു പോകുന്നത്. അത് ഞങ്ങൾ ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ട് കുറച്ച് മുൻപ് തുടങ്ങി ഓരോ ഘട്ടങ്ങളായി പൂർത്തീകരിച്ച് ഇപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, ഇപ്പോഴാണ് റിലീസിന് പാകമായത്. പക്ഷേ കൃത്യമായൊരു സമയമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതിന് കാരണം ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ ദാസേട്ടനും അയാളുടെ സൈക്കിളിലും ആ സൈക്കിൾ ഉന്താൻ വരുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. അവർ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ കഥ സെലക്ട് ചെയ്തത്? ഈ കഥ അഖിൽ കാവുങ്ങൽ എന്ന് പറയുന്ന ഐശ്വര്യതയുടെ സംവിധായകനാണ് അയാൾ. എന്നെ വെച്ചിട്ട് ആദ്യം ഒരു പടം ചെയ്തതാണ് ഐശ്വര്യതി. അപ്പോൾ ഇതിന് ശേഷം തുടങ്ങിയ ബന്ധമാണ് ഞങ്ങളുടെ. അഖിൽ എപ്പോഴും ഓരോരോ വ്യത്യസ്തമായ സിനിമാ കഥകളുമായിട്ടല്ല, വ്യത്യസ്തമായ തോട്ടുകളുമായിട്ട് വരും ഇങ്ങനെ. അപ്പം അതിൽ ചിലപ്പോൾ ക്യാരക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഏതോ ഒരു കഥയുടെ എന്തെങ്കിലും ഒരു ബീജം അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ചില തോട്ടുകളാണ്. ആ തോട്ടുകൾ പലപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ചിന്ത പദ്ധതികളാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിഭീകരമായ യൂണിവേഴ്സലായ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഐശ്വര്യതി ഇതുപോലെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അതൊരു യൂണിവേഴ്സലായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അത് ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ സെക്സിൻ്റെ പട്ടിണി, അതാണ് ആ 2 വരി. അതേപോലത്തെ ഒരു 2 വരി, മറ്റൊരു 2 വരിയാണ് ഈ ദാസേട്ടൻ്റെ സൈക്കിൾ. ആ 2 വരി ഇപ്പം റിവീൽ ചെയ്യാൻ പറ്റില്ല, ഇപ്പം പറയുന്നില്ല എന്ന് മാത്രം. അത് ഇയാളുടെ ഒരു ജീവിതചക്രമാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടത് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും അത് നിർമ്മിക്കേണ്ടതും ഞാൻ തന്നെയാണെന്നും എനിക്ക് തോന്നി. അങ്ങനെ ഇപ്പോൾ നിർമ്മാണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത് സുരേഷ് കുമാറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, നടന്മാർ നിർമ്മാതാക്കളാവുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഹരീഷ് പേരടി ഇതിൻ്റെ നിർമ്മാതാവായി നിൽക്കുകയാണ്. ഞാൻ 1969 ജനിച്ചത്. അന്ന് ഞാൻ ജനിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയായിരുന്നു. എനിക്ക് ഞാന് പറയാൻ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഞാനിങ്ങനെ എൻ്റെ സ്കൂളിലൊക്കെ ചേർന്നപ്പോൾ ഭാഷ പഠിച്ചു, കവിത പഠിച്ചു, നാടകം പഠിച്ചു, പിന്നെ നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഞാനായിട്ട് ജനിച്ച ആളാണ്. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുക. നടനാവണോ, സിനിമ നിർമ്മിക്കണോ, സംവിധാനം. കാരണം ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജനിച്ച ഒരാളാണ്. സർവ്വ സ്വാതന്ത്ര്യത്തിനുള്ള അനുഭവിക്കുന്നത്. ഏതൊക്കെ ഭരണകൂടങ്ങൾ മാറി പറഞ്ഞാലും നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൽ വിശ്വസിച്ചിട്ടാണ് സാധാരണ മനുഷ്യരൊക്കെ എപ്പോഴും അവരുടേതായ സ്വാതന്ത്ര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ചിലപ്പോൾ ഇതുപോലുള്ള ചില തടസ്സങ്ങളൊക്കെ വരും. അതിന് നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ആ പ്രസ്താവന അങ്ങനെ തള്ളുന്നു. അത്ര
അപ്പോൾ ഈ സിനിമ നിർമ്മിക്കുക ആ ഒരു ഇപ്പം ഇങ്ങനെ ഒരു കഥമായിട്ട് ഒരാൾ വരുന്നു, പക്ഷേ ഇത് ഞാൻ നിർമ്മിക്കണം അങ്ങനെ തോന്നുന്നൊരു തോട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു? അതെന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഒരു സാധാരണ സിനിമാ കഥയല്ല. അതായത് ഇങ്ങനെ കൃത്യമായിട്ടൊരു സമയത്ത് മറ്റൊരു ക്യാരക്ടർ വരുന്ന ഒരു ഇൻ്റർവൽ പഞ്ച്, അതിനുശേഷം വീണ്ടും എന്നൊരു ട്വിസ്റ്റ്, അങ്ങനത്തെ പോകുന്ന ഒരു സാധനമല്ല. അത്തരം കഥകൾ നമ്മൾ എന്നും എന്ന് പറഞ്ഞോളം കേൾക്കുന്നതാണ്. ഇത് മറ്റൊരു ചിന്താ പദ്ധതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞത് വല്ലാത്ത പാടായിരിക്കും, ഒരു സമയനഷ്ടമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ഇതിനോട് വല്ലാത്തൊരു പേഴ്സണലായൊരു ഇഷ്ടമൊന്നും. ആദ്യം നമ്മളൊന്ന് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഞാൻ കുളൂർ മാഷ എടുത്താണല്ലോ ഞാൻ പഠിച്ചത്, നാടകമൊക്കെ പഠിച്ചത്. സാർ എന്നിൽ അടിച്ചേൽപ്പിച്ചൊരു തിയറി ഉണ്ട്. അത് ഏറ്റവും ലളിതമായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു സാധനമുണ്ട്. ഏറ്റവും പ്രാദേശികമായിട്ട് പറയുമ്പോൾ ഏറ്റവും ലോകോത്തരമാവെന്ന് പറഞ്ഞതുപോലെ ഏറ്റവും ലളിതമായിട്ട് നേരിടുക. പപ്പുണ്ണികളൊക്കെ എത്രയോ 3500 വേദികൾ ഇന്ത്യക്കകത്തും പുറത്തും കീഴടക്കിയൊരു നാടകമാണിത്. ആ നാടകത്തിൽ ഒരു 10 പൈസേൻ്റെ ചിലവില്ലാതെ ഒരു വർഷത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്താണത്. അത്രയും ആ നാടകം. അതുപോലെ എൻ്റെ മനസ്സിൽ എത്രത്തോളം ആ ഒരു ലാളിത്യത്തെക്കുറിച്ചുള്ള ഭാവനകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ആൾ എൻ്റെ മുന്നിൽ അതികില്ല പോലെ ഒരാൾ അത്തരം തോട്ടുകളുമായിട്ട് വരുമ്പോൾ അയാളെ കൂടെ കൂട്ടുക എന്നുള്ളത് എൻ്റെ പണിയാണ്. അതുകൊണ്ടാണ് ഞാനിത് നിർമ്മിക്കുന്നത്. ഇപ്പം ഇങ്ങനൊരു നിർമ്മിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ബജറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബഡ്ജറ്റ് ഇപ്പോൾ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. വളരെ മറ്റ് സിനിമകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം ഞാൻ വലിയ വലിയ സിനിമകളിലും അഭിനയിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെലുങ്ക് തമിഴിലൊക്കെ വലിയ പടങ്ങളിൽ അഭിനയിക്കുന്നതാണ്. അപ്പം അതിൻ്റെ അല്ലെങ്കിൽ ആ സിനിമയല്ല, മലയാളത്തിൽ തന്നെയുള്ള മറ്റ് സിനിമകളുടെ ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇതൊരു ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലളിതമായി ചിത്രീകരിക്കേണ്ടതാണ് ഇതിൻ്റെ ടെക്സ്റ്റ്. ഇതിൽ ക്യാമറ പിടിച്ച് തലകുത്തി മറയലോ അല്ലെങ്കിൽ ഓടിപ്പോവലോ എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കലോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചിത്രീകരണം, ആ കഥ ആവശ്യപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ചിത്രീകരണം നടന്നിട്ടുള്ളത്. ഒന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സമയമെടുത്ത് ഓരോരോ ഘട്ടങ്ങളായി പൂർത്തീകരിച്ച് ഇപ്പോൾ റിലീസിന് പാകമാക്കുന്നത്. ഏതൊക്കെ സ്ഥലത്തായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? എവിടെയായിരുന്നു? സിനിമ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ മണ്ണിൻ്റെ മണമുള്ള ഒരു സിനിമയാണ്. അവിടെയുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു കഥാപാത്രമാണ് ഈ ദാസേട്ടൻ. കോഴിക്കോട്ടുകാരനാണ്. ഒരു കോഴിക്കോട്ടുകാരൻ്റെ എല്ലാവിധ സാധനങ്ങളും അയാളുടെ ഉള്ളിലുണ്ട്. അത് വെച്ചിട്ടാണ് അയാൾ സൈക്കിൾ ചവിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്കൊക്കെ കോഴിക്കോട്ടുകാരല്ലാത്തവർക്കും പരിചയമുള്ളൊരു ജീവിത വഴിയിലൂടെയാണ് കേട്ടോ അയാളുടെ ഈ യാത്ര. അത് കോഴിക്കോട്ടുകാരനാവൊന്നും വേണ്ട ഇത് ഈ സിനിമ ആസ്വദിക്കാൻ. പക്ഷെ കോഴിക്കോടിനെ തന്നെ നമുക്കറിയാലോ, എല്ലാവരും കോഴിക്കോടിനെ സ്നേഹിക്കുന്ന ഇപ്പോൾ പുറത്തുള്ള ആളുകളാണെങ്കിലും. അഴീക്കോട് മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ആളാണെന്ന്. അതായത് കോഴിക്കോടിനൊരു സാധനം അള്ളിപ്പിടിച്ച് കളയും, പിന്നെ പോകാൻ പറ്റൂല, അവിടുന്ന് പോകാൻ പറ്റൂല. അപ്പം അത് ഈ അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട ആളാണെന്ന് അഴീക്കോട് മാഷ്. അതെ. അപ്പം ആ വർത്തമാനത്തിലൊരു ഭയങ്കര രസമുണ്ട്. അങ്ങനെ അത് കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. നമ്മൾ പൊതുവെ മലയാളത്തിൽ നോക്കുമ്പോൾ വലിയ പടങ്ങൾ, ചെറിയ പടങ്ങൾ, അങ്ങനെ ക്ലാസ് തരംതിരിച്ചുള്ള പടങ്ങളുണ്ടാവില്ല. അപ്പം ദാസേട്ടൻ്റെ സൈക്കിൾ ഒരു ചെറിയ പടമാണ്. അപ്പം ഇത് ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ആളുകളിലേക്ക് ഫുൾ എത്തുമോ? ഒരു നിർമ്മാതാവ് എന്നുള്ള നിലക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെങ്ങനെ കാണുന്നു? അതായത് നിർമ്മാതാവ് എന്ന രീതിയിലോ ഒരു ടെൻഷനും ഈ സിനിമയുടെ നിർമ്മാണത്തിൽ ഒരു പ്രക്രിയയിലും ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം സാധാരണ നമ്മൾ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊരു പണം വേണം, അതിന് എത്രയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സംവിധാനത്തെക്കുറിച്ചല്ലാതെ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് അയ്യോ അതെന്താക്കും, അല്ല ഇതെന്ത് ചെയ്യും, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു സാധനത്തില്ല. കാരണം നമ്മൾ ഷൂട്ട് തുടങ്ങി നമുക്ക് ആദ്യമേ ധാരണ ഉണ്ടായിരുന്നു ഓരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ എന്ന് റിലീസ് എന്നൊക്കെ അന്നേ ചോദിക്കുക ആൾക്കാർ. സാധാരണ സിനിമയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അറിയില്ല, വരും എന്നൊക്കെ പറയുള്ളൂ നമുക്ക്. അത് അങ്ങനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൻ്റെ കൊണ്ട് പിന്നെ അഖിലും അതേപോലത്തെ വളരെ കൂളായിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളെ കൂടെ കിട്ടിയത് കൊണ്ട് നമ്മളും വളരെ കൂളാവും. അതല്ല നേരെ മറിച്ച് വളരെ ടെൻഷൻ പിടിപ്പിക്കുന്ന ഒരാളാണ് ഇപ്പുറമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നമാവും. മറ്റൊരാളാണെങ്കിൽ ഞാനിത് ചെയ്യില്ല. ഇത് അങ്ങനെ ഒരാളായത് കൊണ്ട് കൂടിയാണ് ഞാനിത് ഏറ്റെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എങ്ങനെയാണ്? ഇത് ഇപ്പം തിയേറ്ററിൽ എത്തിക്കണം, അല്ലെങ്കിൽ OTT, അങ്ങനെ ഒരുപാട്. ഇപ്പം നമുക്കറിയാം കോവിഡിന് ശേഷം സിനിമയിൽ തന്നെ ഇപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ്, OTT എക്സ്പീരിയൻസ്, അങ്ങനെ 2 തരത്തിൽ ആളുകൾ കാണുന്നുണ്ട്. അപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? അതായത് നമ്മളിപ്പോൾ തിയേറ്ററിൽ എത്തിക്കണം, ആളുകൾ കാണണം എന്നുള്ളത് നമ്മൾ ഈ തീവ്രമായ ആഗ്രഹം തന്നെയാണ്. അതില്ല എന്നൊക്കെ പറയുന്നത് വലിയ കള്ളത്തരായിരിക്കും. കാരണം അത് കാണുക എന്നുള്ളതാണ് നമ്മൾ പ്രധാന ലക്ഷ്യം. അതിൽ വരണം എന്നുണ്ട്. പക്ഷെ നമുക്ക്
ചെയ്യാവുന്ന മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാവുന്ന പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കല എന്ന് പറഞ്ഞാൽ എപ്പോഴും മൗത്ത് ടു മൗത്താണത്. എങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്താലും ഇല്ലെങ്കിലൊക്കെ അതിൻ്റെ യഥാർത്ഥ വശം കിടക്കുന്നൊരു സിനിമ കണ്ട പ്രേക്ഷകനിൽ നിന്ന് അടുത്ത പ്രേക്ഷകനിലേക്ക് ഇങ്ങനെ പ്രേക്ഷകൻ ടു പ്രേക്ഷകൻ പോകുന്നൊരു സാധനം. അതിനുള്ള എല്ലാ സാധ്യതയും ഇതുള്ളതാണ്. അതുകൊണ്ട് ആദ്യത്തെ ഷോ അല്ലെങ്കിൽ ആദ്യം മുതൽ ഇത് കാണുക എന്നുള്ളത് മാത്രം നമുക്ക് അഭ്യർത്ഥിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിത് കാണണം. നിങ്ങൾ വലിയൊരു താരമില്ല എന്ന് വിചാരിച്ചത് ഈ പടത്തെ കാണാതിരിക്കരുത്, അല്ലെങ്കിൽ OTT വരട്ടെ എന്ന് വിചാരിച്ച് കാണാതിരിക്കരുത്. അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ മാത്രമേ ഇത്തരം സിനിമകൾ വിജയിക്കണ്ടേ ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സമയത്താണല്ലോ നമ്മൾ വയലൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ വയലൻസിനെ എതിർക്കാൻ എല്ലാവരും ഉണ്ട്. പക്ഷെ നല്ല വേറൊരു തരത്തിലുള്ള വേറെ ജോണറിൽ പെട്ടൊരു സാധനം വരുമ്പോൾ അത് പോയി കാണുക എന്നുള്ളതും നമ്മുടെ സാംസ്കാരിക പ്രവർത്തനമാണ്. അപ്പം അത്തരം ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മാത്രമല്ല ഇത്തരം ഇതിൻ്റെ തുടർച്ചകളൊക്കെ വരികയുള്ളൂ. വയലൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വയലൻസ് ആഘോഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. വയലൻസിലുള്ള മാർക്കോ പോലുള്ള പടങ്ങൾ തിയേറ്ററിൽ ഹിറ്റായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മുടെ കേരള സമൂഹത്തിൽ ഒരുപാട് സംഭവങ്ങൾ അതേപോലെ വയലൻസ് യങ് പ്രേക്ഷകരിലേക്ക് അവരത് ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അത് അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ട്. അപ്പം വയലൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സിനിമ വരുമ്പം എന്താണ് അതിൻ്റെ ഈ വയലൻസുള്ള സിനിമകളും രണ്ടും ഡിഫറൻഷ്യേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് നമ്മളെ സിനിമ എന്ന് പറയുന്നത് സ്വാധീനിക്കപ്പെടും, ഉറപ്പായിട്ട് സ്വാധീനിക്കപ്പെടും, ഇല്ലെന്നൊന്നും. അതുകൊണ്ടാണല്ലോ നമ്മൾ അമിതാഭ് ബച്ചൻ്റെ പോലെ ഒരു കാലത്ത് നടന്നത്, ഒരു കാലത്ത് രജനീകാന്തിനെ അനുകരിച്ചത്. ആ സമയത്ത് അനുകരിച്ചിരുന്നു അല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ അവരിട്ട ഷർട്ട് പോലത്തെ ഷർട്ട് നമ്മൾ അന്വേഷിച്ച് നോക്കും. അവരുടെ പാൻസിന്റെ ഇന്നത്തെ പോലെ അല്ല ഞാൻ പറയാം. അതായത് ഒരു പ്രത്യേക കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം ഭയങ്കരമായിട്ട് അനുകരിച്ചു. ലാവാറീസ് ബച്ചന്റെ സിനിമയാണ്. അതൊക്കെ നമ്മൾ അതേപോലെ ബച്ചന്റെ പോലെ പാടും. ബച്ചൻ പാടിയ പാട്ടാണത്, ബച്ചൻ ഡയറക്റ്റ് പാടിയ പാട്ടാണ്. അതേപോലെ ഷോലെ സിനിമ വന്നപ്പോൾ ഷോലെ കേരളത്തിൽ റിലീസായില്ല. ഷോലയ്ക്ക് വേണ്ടി പറഞ്ഞു കേട്ടിട്ട് കാത്തിരിക്കുന്നത് ഒരു കൊല്ലത്തെ കഴിഞ്ഞ ഷോലെ കേരളത്തിൽ റിലീസാവുന്നത്. അതുപോലെ ഐ എം എ ഡിസ്കോ ഡാൻസർ, മിഥുൻ ചക്രവർത്തിൻ്റെ ഡിസ്കോ ഡാൻസർ സിനിമയിൽ, ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു ജനത മുഴുവൻ ഇരിക്കുന്ന കസേരല്ലേ തിയേറ്ററിലെ, ആ കസേരൻ്റെ മുകളിൽ ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ പാട്ടിന് ഡാൻസ് കളിക്കുന്നു തിയേറ്റർ മുഴുവൻ. അത് വീണ്ടും പിന്നീട് കാണുന്നത് ജയരാജേട്ടൻ സംവിധാനം ചെയ്ത ജാസി ഗിഫ്റ്റ് പാടിയ പാട്ടില്ലേ, എന്താണ് ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കൻ. ആ പാട്ടിന് വീണ്ടും ഞാൻ വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടത് തിയേറ്ററിൽ, ജനം കസാലയ്ക്ക് മുകളിൽ നിന്ന് ഡാൻസ്. അപ്പൊ ഇത് സിനിമ സ്വാധീനിക്കുന്നുള്ളതിന് നിരവധി തെളിവുകൾ തരാം, നിരവധി തെളിവുകൾ, പ്രത്യേകിച്ച് ടീനേജിൽ. പക്ഷേ ഇതിലിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല, അന്നത്തെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അമിതാഭ് ബച്ചൻ്റെ പടങ്ങൾ ഇറങ്ങുന്നു അല്ലെങ്കിൽ മിഥുൻ ചക്രവർത്തിയുടെ പടങ്ങൾ ഇറങ്ങുന്നു, അന്ന് നിങ്ങളുടെ ഒരു അനുകരണം എത്രത്തോളം എത്താറുണ്ടായിരുന്നു? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ ഒരു ടീനേജിൽ സിനിമ നമ്മളെ സ്വാധീനിക്കും, സിനിമയുടെ എല്ലാ വശങ്ങളും നമ്മൾ സ്വാധീനിക്കും. അതിലേതൊക്കെ ഏതൊക്കെ എന്നൊരു കൃത്യമായിട്ട് അളവിൽ തൂക്കിയെടുക്കാനൊന്നും പറ്റില്ല. മറിച്ച് ഈ സിനിമ സമൂഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് സിനിമ ഉണ്ടാകുന്നത്. ഈ സിനിമ തന്നെ തിരിച്ച് വീണ്ടും സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം നടക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരു കലാകാരൻ എന്നുള്ള രീതിക്ക് നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അതായത് വയലൻസ് ആയിട്ടുള്ള ഇത്തരം വയലൻ്റായ ഷോട്ടുകളൊക്കെ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ഒക്കെ എങ്ങനെ ചിത്രീകരിക്കണം, ഏത് വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാം. ഇപ്പം നമ്മുടെ വെഞ്ഞാറമൂട് കൊലപാതകം നാളെ ഒരാൾക്ക് സിനിമയാക്കാം. വെഞ്ഞാറമൂടല്ലേ അല്ലേ? വെഞ്ഞാറമൂട് കൊലപാതകം നമുക്ക് നാളെ ഒരാൾക്ക് ആ സംഭവം സിനിമയാക്കാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ ക്യാമറ എവിടെ വെക്കണം, എങ്ങനെ ചിത്രീകരിക്കണം എന്നുള്ളത് ഈ ക്രിയേറ്ററുടെ ഉത്തരവാദിത്വമാണ്. അതല്ലാതെ അത് പച്ചയ്ക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യലല്ല. പ്രസ് ഫോട്ടോഗ്രാഫി പോലും കലയായി മാറുന്നത് അത് മറ്റൊരു ആംഗിളിൽ ക്യാമറ വയ്ക്കുമ്പോഴാണ്. അല്ലാതെ പച്ചയ്ക്ക് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ളതല്ല ഇതൊന്നും. അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടായേ പറ്റൂ, ഇത് കല കൈകാര്യം ചെയ്യുന്നവർക്ക്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ ചികിത്സിക്കേണ്ടി വരും, വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അതിനുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. അല്ലാതെ ഒരു പ്രത്യേക സംഭവം സിനിമ കണ്ടതുകൊണ്ടാണ് ഉണ്ടായത് എന്നൊന്നല്ല. ഞാനൊന്നും ഒരു സിനിമയും കണ്ട് ഞാൻ നന്നായിട്ടില്ല, അനുകരിച്ചിട്ടില്ല എന്ന് ആരോ പറയുന്നത് കേട്ടു. അതൊന്നല്ല. സിനിമ എത്രത്തോളം നിങ്ങളെ മനസ്സിനെ സ്വാധീനിക്കുക എന്നുള്ളത്, ഒരു സിനിമ നിങ്ങൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോകണം, ഒന്ന് കൗൺസിൽ ചെയ്യണം. അപ്പം നിങ്ങൾ പറയൂ എത്രത്തോളം ആ സിനിമ സ്വാധീനിച്ചത് എന്നുള്ളത്. അത് ഉണ്ട്. ആ യാഥാർത്ഥ്യത്തെ നമ്മളിതിനെ തള്ളിപ്പറയുന്നത്
ഞാൻ പ്രവർത്തിച്ച സിനിമകളിലുണ്ട് വയലൻസ് ഉണ്ട്, ഞാൻ വയലൻസ് ഉള്ള സിനിമകളിൽ അഭിനയിക്കാറുണ്ട്. പക്ഷെ ഞാൻ അഭിനയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്കതിനെ ന്യായീകരിക്കാനൊന്നും അവകാശമില്ല. അങ്ങനെ ഇപ്പം മാർക്കോൽ എന്നെ വിളിച്ചാൽ ഞാൻ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു സീൻ നല്ല ക്യാരക്ടർ നിങ്ങൾ വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ പോയി അഭിനയിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇത്തരം ഇഷ്യൂകൾ കാണുമ്പോൾ ഞാൻ സിനിമയിലെ ചില സാധനങ്ങളെ ന്യായീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഒരു പണിയുമില്ല. കാരണം നമ്മൾ ഈ കഥ കേട്ടിട്ട് ആക്ടേഴ്സ് എങ്ങനെയാണ്, ആക്ടേഴ്സ് പലതും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത്തരം ചർച്ചകൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് കൂടെ ഇനി ശ്രദ്ധ പോകും എല്ലാവരുടെയും, അല്ലേ? ഒരു ക്രിയേറ്റർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഉത്തരവാദിത്വം നിർബന്ധമായിട്ടുണ്ട്. ഇത് സമൂഹത്തിനോടാണ് സംസാരിക്കുന്നത്. ഏറ്റവും ജനപ്രിയമായ കലയാണ് സിനിമ. അത് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തമുണ്ട്. പണ്ട് മുതലുള്ള ചോദ്യമാണ് കല കലക്ക് വേണ്ടി അല്ലെങ്കിൽ കല ജീവിതത്തിന് വേണ്ടി എന്നുള്ളത്. അപ്പം ആ ഒരു ചോദ്യം വരുമ്പോൾ കല ജീവിതത്തിന് വേണ്ടിയാണ്, കല കലയ്ക്ക് വേണ്ടിയിട്ടാണ്. കലയും കൂടി അവിടെ കുത്തിനും സംസാരിച്ചോട്ടെ, ഏതെങ്കിലും റൂമിലിരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ. ഇത് സിനിമാ തിയേറ്ററിലൊക്കെ വരുമ്പോൾ കലയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല. അതൊക്കെ രക്ഷപ്പെടാനുള്ള ഓരോ തന്ത്രങ്ങളാണ്. കലയ്ക്ക് വേണ്ടിയാണ്. കലാകാരൻ എപ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവനാണ്. ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല സമൂഹത്തെ നയിക്കേണ്ടത്. ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും നമ്മുടെ സമൂഹത്തെ പല രീതിയിലും മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു നടത്തമായിരിക്കണം. അവന് അങ്ങനെ നടക്കണം. അതാണ് കലാപ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സംവിധായകൻ പറയുകയാണ്, ഇപ്പോൾ മാർക്കോ പോലുള്ള സിനിമ അല്ലെങ്കിൽ വേറെ അതുപോലെ ഭയങ്കരമായി വയലൻസ് കാണിച്ച ഒരു സിനിമ, കിൽ പോലുള്ള സിനിമകൾ, അപ്പം ഇത് ആ സിനിമ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചിത്രീകരിക്കുന്നത് എന്നുള്ള അവരുടെ ഒരു ന്യായീകരണം അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പം എല്ലാ സിനിമകളും അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണോ ചിത്രീകരിക്കപ്പെടുന്നത്? ഈ സിനിമകൾ കാണുമ്പം എല്ലാ സിനിമകളും അത് ഓരോ ടെക്സ്റ്റിനനുസരിച്ചാണ് പ്ലേ ചെയ്യപ്പെടേണ്ടത്, ഇല്ലെന്നതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ ആ പ്രത്യേക സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല കേട്ടോ. അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഇത് കാണുന്ന ഒരു വിഭാഗമുണ്ട്, അല്ലേ? ആ കാണുന്ന ആൾക്കാരോട് നമുക്ക് ഉത്തരവാദിത്തമില്ലേ? എന്താ നിങ്ങൾ പറയാം? നമ്മൾ ഒരു ബലാത്സംഗങ്ങൾ നമ്മുടെ സിനിമകളിൽ എത്രയോ കാലങ്ങളായിട്ടുള്ള സാധനമാണ്. എന്നാൽ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ചിത്രീകരിച്ച് കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് ശരിയായ രീതിയാണോ? പക്ഷേ കഥ പറയാൻ വേണ്ടി ആ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ അല്ലേ? ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കിടക്കേണ്ടി വരും. അതാണ് എങ്ങനെ ചിത്രീകരിക്കണം എന്നുള്ളതാണ് നമ്മളെ തീരുമാനമാണെന്ന് പറയുന്നത്. അതായത് എങ്ങനെ ചിത്രീകരിക്കണം എന്നുള്ളത് ക്രിയേറ്ററിന്റെ മാത്രം ഡിസിഷൻ. അതെ, അത് നല്ല രീതിയിൽ ചിത്രീകരിക്കണം സമൂഹത്തോട്. അതെ, അപ്പോൾ അങ്ങനെയാണ് ആ ബലാത്കാരം ചെയ്യപ്പെട്ട കുട്ടിയുടെ സ്റ്റോറി നമുക്ക് പറയാൻ പറ്റുള്ളൂ. പച്ചയായി കാണിക്കരുത്. പച്ചയായിട്ട് കാണിക്കാനല്ലല്ലോ ഇത്. ഇപ്പോൾ സിനിമകളിൽ തന്നെ ഇപ്പം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരുപാട് മലയാള സിനിമയിൽ തന്നെ ഒരുപാട് അടുത്ത ജൂൺ 1 മുതൽ സമരം വരികയാണെന്നുള്ളൊരു ഇതുണ്ട്. നിർമ്മാതാക്കളും നടന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഹേമ കമ്മിറ്റിക്ക് ശേഷം അമ്മയുടെ ഭാരവാഹികളൊക്കെ രാജിവെക്കുന്ന കുറേ സിറ്റുവേഷൻസ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത് മലയാള സിനിമ മൊത്തത്തിൽ? സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്ന നിലയ്ക്ക് അവിടെ ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസിനെ നേരിടാൻ പല വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ പല രീതികളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും. ഈ സിനിമാ സമരം തന്നെ പൂർണ്ണമായും തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നിർമ്മാതാക്കളുടെ എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നൊന്നും പറയുന്ന ആളൊന്നുമല്ല. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കുറേ നല്ല വിഷയങ്ങളുണ്ട്, സിനിമയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണത്. അതിൽ വിയോജിപ്പുകളുണ്ട്, പക്ഷെ അതേപോലെ യോജിപ്പുകൾ കുറേയുണ്ട്. ഇപ്പോൾ വിനോദ നികുതിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് സർക്കാർ ഇതിൽ നിന്ന് നികുതി എടുത്ത് കൊണ്ടുപോവുക എന്നല്ലാതെ ഇതിൻ്റെ സിനിമയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഈ നിർമ്മാതാക്കൾ. അവരാണത് പറയുന്നത്. അപ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം നിലയ്ക്കാണ് ആ സമരത്തെ കാണേണ്ടത്. ആ സമരം പൂർണ്ണമായതുകൊണ്ട് തെറ്റല്ല, അനാവശ്യമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേ സമയത്ത് സർക്കാരിന് ഉത്തരവാദിത്തത്തോടുകൂടി ഈ വിഷയത്തിലേക്ക് ഇടപെട്ടാൽ ഒരു പക്ഷേ അവർ തന്നെ ആ സമരം പിൻവലിക്കാനും സാധ്യതയുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഈ താരങ്ങളുടെ പ്രതിഫലമാണ്. താരങ്ങൾ ഒരു സിനിമയുടെ ഒരു വലിയ ബജറ്റ് ഇവർ പ്രതിഫലമായിട്ട് മേടിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നില്ല, ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതായത് ഈ നിർമ്മാതാവ് ഒരു കാര്യം ചെയ്യാം, ഈ താരത്തിൻ്റെ പേരിൽ കിട്ടുന്ന ബിസിനസ് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അപ്പോൾ ആ താരത്തിന് അയാളുടെ പേരിൽ കിട്ടുന്ന ബിസിനസ് ഉണ്ടായതുകൊണ്ടാണല്ലോ അയാളിലേക്ക് ഇവർ പോകുന്നത്. എത്രയോ കാലങ്ങളായിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നീട് കഥ കേൾക്കുന്നത്, കഥയ്ക്ക് പറ്റിയ കഥയുണ്ടാവുന്നത്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസുകളാണ്.
അപ്പോൾ അയാൾക്കൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു താരം പെട്ടെന്ന് ഉണ്ടായതൊന്നല്ലല്ലോ, അങ്ങനെ ക്രമേണ വന്ന് അയാൾ ഒരു ബ്രാൻഡായി മാറുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ പ്രതിഫലം അയാൾ തീരുമാനിക്കും. കാരണം അയാളെ വെച്ച് ഒരുപാട് ബിസിനസ് നടക്കുന്നത് കൊണ്ട്. ഈ പ്രതിഫലം എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. അത് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ പുതുമകൾ വെച്ച് സിനിമ ഉണ്ടാക്കാമല്ലോ. അതെന്താ ഉണ്ടാക്കാത്തത്? മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ മാർക്കറ്റിംഗ് നടക്കും. അപ്പോൾ അവർ പ്രതിഫലം പറയുന്നത് പോലെ മാർക്കറ്റിംഗ് നടക്കുന്നില്ല എന്നാണ് നിർമ്മാതാക്കളുടെ. ഇപ്പം ഒരു ഹോട്ടൽ നന്നായിട്ട് പോകണം, വർഷങ്ങളായിട്ട് ഹോട്ടൽ നടത്തുന്ന ഒരാളോട് നിങ്ങളൊന്ന് പോയി ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിട്ട കച്ചവടം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ പോണു, പിന്നെ ഈ പണിയിലേക്ക് അറിയുള്ളൂ. രാവിലെ ആകുമ്പോൾ ചായ അടിക്കുന്ന 4 ആൾക്കാർ വരും, അതിന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ 2 ആൾക്കാർ വരും. പക്ഷെ ഇന്നും തുറക്കണമുണ്ട്. ഇവരൊക്കെ ഇന്നും സിനിമ എടുക്കണ്ടല്ലോ. അല്ല, പക്ഷേ ഈ വർഷം എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ചായി. അപ്പം മാർച്ച് വരെ വിജയിച്ച സിനിമകൾ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് അവർ. അത് വിജയിച്ച സിനിമകൾ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കരുതല്ലോ. ഇപ്പോൾ പല കച്ചവടങ്ങളും നടക്കുന്നുണ്ടല്ലോ. OTT, മ്യൂസിക് റൈറ്റ്, അതർ ലാംഗ്വേജ് റൈറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും. ഇത് സാധാരണ ഇന്നും പടങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നഷ്ടമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത്ര അധികം സിനിമകൾ ഉണ്ടാവുക? അല്ലേ, നമ്മളൊക്കെ കേസ് പിടി, നമ്മളൊക്കെ അതൊരു ആഗ്രഹം കൊണ്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷെ ഇത് ചെയ്തോരെന്നെ ചെയ്യുമോ? വീണ്ടും വീണ്ടും ചെയ്യുമോ? അതുപോലെ ഈ 100 കോടി അല്ലെങ്കിൽ 150 കോടി ക്ലബ്ബ്, അതാണ് മറ്റൊരു വിമർശന വിധേയമായിട്ടുള്ള കാര്യം. അത്രയൊന്നും കിട്ടുന്നില്ല, ഇതൊക്കെ വെറുതെ കൂട്ടി പറയാണ്, അങ്ങനെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. എൻ്റെ അടുത്തൊരു തേങ്ങ ഉണ്ട്, ഞാനത് അങ്ങാടി കൊണ്ടുപോയി വിറ്റാൽ എനിക്ക് 10 റുപ്യ കിട്ടുന്നത്. പക്ഷെ ആ തേങ്ങയ്ക്ക് പിന്നെയും വിൽപ്പന നടക്കുന്നുണ്ട്. ഈ കർഷകനായ ഇയാൾക്ക് ചിലപ്പോൾ 10 റുപ്യ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 25 രൂപയായിരിക്കാം. കാരണം അതിൻ്റെ വിൽപ്പന വീണ്ടും നടക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ വില എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? 25 റുപ്യ എന്നാണോ 10 റുപ്യ എന്നാണോ പറയാം? ഇനീഷ്യലി മാർക്കറ്റ് റേറ്റ് എടുത്ത് നോക്കൂ നിങ്ങൾ പേപ്പറിൽ, കമ്പോള നിലവാരത്തിൽ. അതാണ് എഴുതുക. കർഷകന് കിട്ടുന്ന പൈസയല്ല എഴുതുക. ഇതാണ് കച്ചവടം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ പേരിൽ, ഈ തേങ്ങയുടെ പേരിൽ കിട്ടുന്ന വിവിധ പണമുള്ളതുപോലെ തന്നെ ഈ സിനിമയുടെ പേര്, പ്രത്യേക സിനിമയുടെ പേരിൽ കിട്ടുന്ന പണത്തെക്കുറിച്ചാണ് ഈ 100 കോടി എന്ന് പറയുന്നത്. ആ സിനിമയുടെ പേരിൽ കിട്ടിയത് തന്നെയാണത്. അതിൽ നിന്ന് ഈ നിർമ്മാതാവ് എന്ന് പറയുന്ന ആൾക്ക് അതിൻ്റെ ഒരു വിഹിതം മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അത് സത്യം. പക്ഷെ ഈ നിർമ്മാതാവിന് കിട്ടിയത് മാറുന്നതുകൊണ്ട് ഈ സിനിമയുടെ മൊത്തത്തിൽ കിട്ടിയ വില ഇല്ലാതെയാവുന്നില്ല. അതിൽ തിയേറ്ററുകാർക്കുള്ള ശതമാനം പോകുന്നുണ്ട്, മറ്റുള്ളവർക്കുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വീതം വെപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ പ്രത്യേക സിനിമയുടെ പേരിൽ കിട്ടിയ പണം എത്രയാ വെച്ചാൽ അത് 100 കോടിയാണെങ്കിൽ 100 കോടി, 50 കോടിയാണ് 50, 10 കോടിയാണ് അത്, എന്താ വെച്ചാൽ അതാണത്. അങ്ങനെയാണ് കാണേണ്ടത്. അങ്ങനെയാണല്ലോ കണക്ക്. അല്ലെ കണക്ക് മുഴുവൻ തെറ്റാവണ്ടേ? കണക്ക് സാധനം തെറ്റാണെന്ന് പറയേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഹരീഷ് പെരടിയെ കുറിച്ച് പറയുമ്പോൾ പൊതുവെയുള്ള ഒരു ചിത്രമുണ്ട്. ആളുകൾ പറയുന്നൊരു കാര്യം, പുള്ളി ഫേസ്ബുക്കിൽ എഴുതുന്ന കുറിപ്പുകൾ, അപ്പം പുള്ളി എല്ലാവരുമായിട്ടും ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഈ കുറിപ്പുകൾ പലർക്കും എന്താ പറയുക കുറിക്ക് കൊള്ളുന്ന കുറിപ്പുകളാണ്. അങ്ങനെ ഒരു ഇമേജ് പിന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് അങ്ങനെ ഒന്നുമില്ല. ഞാനെങ്ങനെയാണ് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കാറൊക്കെ. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ നാടകത്തിലൂടെയൊക്കെ പ്രവർത്തിച്ചൊരു നാടകം തന്നൊരു സാധനമാണ് എനിക്കത്. അതിങ്ങനെ നമ്മൾ വിഷയങ്ങളിൽ ഇടപെടുകയും നമ്മളേതായ അഭിപ്രായങ്ങൾ പറയുകയും അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടും അങ്ങനെയായിരുന്നു. അത് പുതിയ കാലത്ത് പുതിയ മാധ്യമങ്ങളിലൂടെയൊക്കെ മാറിയെന്നേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി പ്രായം ഇങ്ങനെ ആയി തുടങ്ങുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. അറിയില്ല എനിക്ക്, അത് കൃത്യമായിട്ടൊരു ജഡ്ജ്മെന്റ് ഒന്നും അതിനല്ല. ഇതുവഴി ഒരുപാട് ശത്രുക്കളെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ വളരെ നന്നായി ജീവിക്കുന്ന ഗാന്ധിജിക്ക് ശത്രുക്കൾ ഉണ്ടായില്ലേ? മൂപ്പര് നല്ലോണം പോലെ അഹിംസാവാദം പറഞ്ഞു നടന്ന ആളല്ലേ. ബുദ്ധന് ശത്രുക്കളില്ലേ? ബുദ്ധന് ശത്രുക്കൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ശത്രുക്കളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടൊന്നും കാര്യമില്ല. അല്ല, ഇതിൽ തന്നെ പൊളിറ്റിക്കൽ കമന്റുകളുണ്ട്. ഏത് വിഷയമാണെങ്കിലും ഹരീഷ് പെരടിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഇതിന്റെ രാജ്യമില്ലേ എനിക്ക്? ഞാൻ ഇവിടെ ജനിച്ചാലോ, ഞാൻ ഇവിടെ ടാക്സ് കൊടുത്തിട്ടാ പല കാര്യങ്ങളും ചെയ്ത്. എനിക്ക് അഭിപ്രായം പറയാൻ പറ്റൂലേ? അല്ല, പിന്നെ ഇത് സ്വന്തം കൂടെയുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ ഇത് വേണ്ടിയിരുന്നില്ല, അത്ര പറയേണ്ടിയിരുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തും. അങ്ങനെയാണ്
പോയിക്കോട്ടെ ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പൊ ചില വിമർശനങ്ങൾ അത് വിമർശിച്ച ആൾക്കാരെ പിന്നെയും നമ്മൾ നേരിട്ട് കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, ഞാൻ നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവരോടൊക്കെ ബന്ധപ്പെടാറുണ്ട്, മാറി നിൽക്കാറൊന്നുമില്ല, സംസാരിക്കും. അതായത് നമ്മൾ ആ വിഷയം അവിടെ പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ആ പക എന്ന് പറഞ്ഞ സാധനം കൊണ്ടു നടക്കുന്നത്, അങ്ങനെയാണ് ഞാൻ കലാകാരനാവില്ല. ആ സാധനം എനിക്കില്ല, അത് ഉണ്ടാവാൻ പാടില്ല, ആർക്കും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വീണ്ടും ബന്ധപ്പെടണം, നന്നായിട്ട് വ്യക്തിപരമായിട്ടൊന്നല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് എന്താ, ഷെഫീഖിനെ കുറിച്ച് വ്യക്തിപരമായിട്ടല്ല ഞാൻ സംസാരിച്ചത്. ഷെഫീഖ് അത് ചെയ്ത് ശരിയായോ ഷെഫീഖ് എന്നാണ് ചോദിക്കുന്നത്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നാളെ ഷെഫീഖിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സിനിമയ്ക്ക് ഒരു ചായ പിടിക്കാന്ന് പറയുന്നത് എന്താ പ്രശ്നം? ഇതിൽ തന്നെ പലപ്പോഴുള്ള ഈ ഫേസ്ബുക്കിലെ കമന്റുകൾ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ പൊളിറ്റിക്കൽ, ഇപ്പം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കമന്റുകൾ, വി ശിവൻകുട്ടിക്കെതിരെയുള്ള കമന്റുകൾ, മറ്റ് പല രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള കമന്റുകൾ. അപ്പം അത് നോക്കുമ്പോൾ ഈ ഹരീഷ് പേരുടെ ഒരു രാഷ്ട്രീയം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഏത് രാഷ്ട്രീയത്തിലാണ്, ഏത് കള്ളിയിലാണ് നിങ്ങൾ നിർത്തേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് അങ്ങനെ നിർത്താൻ പാടില്ല, ഒരു കള്ളിയിൽ നിൽക്കാൻ പാടില്ല. ഞാനൊരു കലാകാരനാണ്, ഒരു കലാകാരൻ്റെ രാഷ്ട്രീയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ നന്മകളും തിന്മകളും ഒക്കെ നമ്മൾ വിളിച്ചു പറയും, അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ഇന്ന ആളാണെന്ന് ഇങ്ങനെ ഇതാക്കി മാറ്റും, അന്ന പ്രത്യേക ആളാണെന്ന് ധരിക്കും, മറ്റേത് കഴിയുമ്പോൾ മറ്റൊരാളിലേക്ക് മാറി എന്നൊക്കെ വിചാരിക്കും. സത്യത്തിൽ അങ്ങനത്തെ മാറ്റങ്ങളല്ല നടക്കുന്നത്. അതാത് വിഷയങ്ങളോട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളാണ് നടക്കുന്നത്. ഈ പറഞ്ഞ വ്യക്തികളൊക്കെ നല്ലതും സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അല്ലാത്തതും സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണത്. കാരണം അത് അവർ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് പൊതുവായ അഭിപ്രായങ്ങൾ പലതും കേൾക്കേണ്ടി വരും, അത് അവർക്കും അറിയാം. അത്രയേ ഉള്ളൂ, അത് അതിൽ കവിഞ്ഞൊന്നുമില്ല. അവരത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വിമർശിച്ചിട്ടില്ല? വിമർശനം അങ്ങനെ വിമർശിച്ചിട്ടൊന്നുമില്ല. ചിലരൊക്കെ അല്ലാതെ തന്നെ ഇപ്പം എന്നെ വിമർശിക്കാറുണ്ടല്ലോ. ഇപ്പം എന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ എന്നെ വിമർശിക്കുന്നവരൊക്കെ. ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് കാണാറുള്ളത്? അവരുടെ അവകാശമായിട്ട്, സ്വാഭാവികമല്ലേ, അത് അങ്ങനെ ഉണ്ടാവണമല്ലോ. നമ്മളൊരു പൊതു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും നമ്മളെ പിന്നാലെ നിൽക്കണം എന്ന് നമുക്ക് വിചാരിക്കുന്നത് തെറ്റായ സാധനം, ഒരു മൂഢത്വമാണത്. അങ്ങനത്തെ സാധനം സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ, എതിർ കമന്റുകൾ ഒരുപാട് ഇഷ്ടം പോലെ കാണാറുണ്ടാവും. അപ്പം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ പൊതുവെ അതിൻ്റെ പിന്നാലെ പോകാറില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞോടുകൂടി അത് കഴിഞ്ഞു, അതവിടെ തീർന്നു. പിന്നെ അതിൻ്റെ മുകളിൽ ആരാണ് എന്താണ് അതിലങ്ങനെ ചൊറിയാൻ നിൽക്കാറില്ല. അങ്ങനെ ചൊറിയുന്നത് സ്വാഭാവികമായിട്ട് ചെറിയ ഇതിനൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നല്ലാതെ അതിൻ്റെ പിന്നിലേക്ക് പിന്നെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ഏത് വിഷയമാണെങ്കിലും അത് വെട്ടി തുറന്ന് തന്നെ സംസാരിക്കും. അങ്ങനെയാണ് ഇതുവരെ. നാടകം തൊട്ടേയുള്ള ശീലമാണ്. നാടകകാലങ്ങളിൽ നാടകമൊക്കെ തന്നതായിരിക്കും. ചെറുപ്പം മുതലേ ചിലപ്പോൾ ഉണ്ടാവും, നമ്മുടെ ബ്രെയിനിൻ്റെ ഡിസൈൻ അങ്ങനെ ആയിരിക്കാം. അതിപ്പോൾ ഞാൻ നാടകം എന്ന് കണ്ടെത്തി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ അടുത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് പ്രേംകുമാറിനെതിരെയുള്ള മറ്റേ സീരിയലുമായി ബന്ധപ്പെട്ട് പ്രേംകുമാറിൻ്റെ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെയുള്ള കമൻറ്റ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയില്ല. അദ്ദേഹം പറഞ്ഞതിനോട് ഇതേപോലെ അത് യോജിക്കാൻ പറ്റാത്ത വിഷയങ്ങളായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇന്നും ഇന്നലെ ഉണ്ടായ കേസൊന്നുമല്ലല്ലോ. സീരിയലുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്, മലയാളത്തിൽ മാത്രമൊന്നുമല്ല. അപ്പോൾ അതിപ്പോൾ പുറത്തുള്ള സീരിയലുകളും ഇംഗ്ലീഷ് സീരിയലുകളും എല്ലാം അങ്ങനെ തന്നെയാണ്. അത് അവർ കണ്ടെത്തുന്നത് അല്ലാത്ത എത്രയോ സീരിയലുകളുടെ കഥയും കഥാബീജമൊക്കെ ആയിട്ട് ചെന്ന് എനിക്ക് നേരിട്ടറിയുന്ന ആദ്യത്തെ 5 എപ്പിസോഡ് കഴിഞ്ഞാൽ ചാനൽ അവരോട് വീണ്ടും പഴയ ട്രാക്കിലേക്ക് പോകാൻ പറയും. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ചാനലുകൾ അവരുടെ മാർക്കറ്റിംഗ് സ്റ്റഡി നടത്തുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇന്ന സീരിയലിൽ ഇന്ന കഥാപാത്രം പറയുന്ന സംഭവം വർക്കൗട്ട് ആവുന്നില്ല, ഇത് നമുക്ക് ഈ ട്രാക്ക് ഒന്ന് മാറ്റണം, അത് മറ്റേ ഫാമിലിയിലുള്ള അതിലേക്ക് തന്നെ പോകണം, അത് കാണാനാണ് ആളുകളുടെ സാധനങ്ങൾ. നിങ്ങൾക്കറിയാലോ, അങ്ങനെയാണല്ലോ ഇത് ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവരോട് പറയും, അപ്പോൾ അവർ കഥ മാറ്റും. അത് കുറേ ആൾക്കാരുടെ ജീവിതമല്ലേ. ഇതൊക്കെ പ്രേംകുമാർ നന്നായിട്ട് അറിയുന്ന, അയാൾ സീരിയലിൽ വർക്ക് ചെയ്ത ആളല്ലേ. എൻ്റെ കാലത്ത് ഭയങ്കര സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുഴുവൻ എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറഞ്ഞാൽ ഏത് അക്കാദമി ചെയർമാൻ ആണെങ്കിലും സോറി നമുക്ക് പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ. പ്രേമേട്ടൻ എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഗ്രൂപ്പാണ്. അയാൾ എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. നമുക്കല്ലാത്ത വ്യക്തിപരമായ ഒരു പ്രശ്നമില്ല. പ്രേമേട്ടൻ ഞാൻ നാളെ കണ്ടാൽ എന്താ, ഞങ്ങൾ കെട്ടിപ്പിടിക്കും, സംസാരിക്കും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. യാതൊരു വിഷയത്തോട് നമ്മൾ പറയുന്നു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ എന്ത്. അതായത് നമ്മൾ വിമർശിച്ച ആൾക്കാർ, ഇപ്പം പ്രേംകുമാറിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, ഇവരെ നാളെ കാണുകയാണെങ്കിൽ ഇതേപോലത്തെ സ്വീകരണമായിരിക്കും ഉണ്ടാകുക. അതെ, തീർച്ചയായിട്ടും. എനിക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ആളുകളെ കാണുന്നതുകൊണ്ട്, ആളുകളെ ഇതാകുന്നു, സംസാരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. എൻ്റെ കമന്റ് ബോക്സിൽ ഇതാണ്, ഇതേ ഉള്ളൂ. അതായത് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അഭിപ്രായം പറയാൻ പറ്റും. ഓക്കെ.
അപ്പം നിങ്ങളെ വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ചിട്ട് കയറുമ്പോൾ വരുമെന്ന് അറിയില്ലല്ലോ, ആരാ നോക്കിയിട്ടല്ലേ നിങ്ങൾ കയറ്റുള്ളൂ അല്ലേ? ഫ്രണ്ടായിരിക്കണം. അത് അപ്പോഴാണല്ലോ നിങ്ങൾ അകത്തിരുന്ന അഭിപ്രായം പറഞ്ഞോളൂ എന്ന് പറയാ. കയറിയിട്ട് പറയൂ എന്ന് പറയാം. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണ്, അയാൾ എന്തേ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എന്ത് പറയും, ആ വാതിൽ ചടിക്കാന്നല്ലാതെ എന്ത്. ഇപ്പൊ സീരിയലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാലത്ത് ഏറ്റവും ഹിറ്റായിട്ടുള്ള സീരിയലായിരുന്നു കായംകുളം കൊച്ചുണ്ണി. അതിൽ കാക്കശങ്കരനായിട്ടൊക്കെ അഭിനയിച്ച ആളാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ സമയത്ത് അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ദിവസത്തേക്ക് അഭിനയിക്കാൻ വന്ന ഒരു കഥാപാത്രമായിരുന്നു. GSNലാണ് എൻ്റെ തിരക്കഥാകൃത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിക ചരിത്രം 5ാം വാള്യത്തിൽ നിന്ന് ഈ പേര് മാത്രമേ കിട്ടിയുള്ളൂ. ഇത്തിക്കരപ്പക്കയുടെയും കാക്കശങ്കരൻ്റെ സുഹൃത്തായ ഒരു കാക്കശങ്കരനെ പറ്റിയാണ്. നല്ല രസമുള്ള പേര് അരിച്ചിട്ട് നിങ്ങൾ വരുമോ, നിങ്ങളെ ഈ ഗെറ്റപ്പ് ഓക്കെയാണെങ്കിൽ ഒരു പ്രത്യേക മാനറിസം ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അതിൽ ഇതുപോലെ ആ പ്ലേ വായിച്ചപ്പോൾ തോന്നി ഉണ്ടാക്കിയ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് വെച്ചിട്ടാണ് അത് വർക്കൗട്ട് ചെയ്ത്. ഒരു കാക്ക എന്ന് പറഞ്ഞാൽ കാക്ക, ശിവൻ എന്ന് പറഞ്ഞാൽ പാട്ട് പാടും, നൃത്തം ചെയ്യും, ഇപ്പുറം ഗംഗ ഉണ്ട്, ഇപ്പുറത്ത് പാർവതി ഉണ്ട്, അങ്ങനെ വേറൊരു മൂടുള്ള ഇതാണ്, ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നാണ് കാക്കശങ്കരൻ ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുപോയത്. ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഞാൻ കായംകുളത്തൊരു പാട്ടിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്നെ ചെറിയച്ചാന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്ന് അയാളോട് പോവല്ലേ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അയാൾ പറയുന്നത് അയാളുടെ ഈ വല്യച്ചനാറ്റി ആയിരുന്നു ഈ കാക്കശങ്കരൻ എന്ന് പറയുന്ന കഥ അയാൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം അയാളോട് ഞാൻ നിങ്ങൾ കേട്ട കഥകളിലെ വല്യച്ചനെ കുറിച്ച് കുറച്ചുകൂടി പറയാം, ഞാൻ ചെയ്ത് കഴിഞ്ഞു കഥാപാത്രം. അപ്പം പറഞ്ഞത് എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ സീരിയലിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഭയങ്കര അഭ്യാസിയായിരുന്നു, ഭയങ്കര, പക്ഷെ ഒരു വ്യത്യാസം മാത്രമല്ല, ഭയങ്കര സ്ത്രീ വിരോധിയായിരുന്നു. സ്ത്രീകളോടുള്ള വിരോധമൊന്നുമില്ല ഇത് ഈ നമ്മളുടെ സീരിയലിൽ, പക്ഷെ അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ ഏതാണ്ട് സമാനതകളുള്ള ഒരു സംഭവമാണ്. അതാണ് നമ്മൾ ഇമാജിൻ ചെയ്ത സാധനം പോലെ ഒരു 90% ഓക്കെ ആയിരുന്നു എന്നുള്ളത് മറ്റൊരാളിലൂടെ അയാൾ കേട്ടതുള്ള ഒരു കഥയാണ്. ഞാൻ അയാളുടെ നമ്പറൊക്കെ വാങ്ങിച്ചു, എന്നിട്ട് കൊടുക്കുക ആരെയും വിളിക്കിട്ടു, എന്നാൽ ഇതിങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അയാൾക്ക് പേടിയായി. ഇതേപോലെ ഒരു കൊലപാതകത്തിൽ അയാൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലത്തെ പഴയ കേസുകളൊക്കെ എന്തെങ്കിലും ഞങ്ങൾക്ക് പറയേണ്ടതെന്നൊക്കെ വിചാരിച്ച ആ മനുഷ്യൻ പാവം എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അവർ വിളിച്ചപ്പോൾ പത്രക്കാർ വിളിച്ചപ്പോൾ ആ സമയത്ത് ഹിറ്റ് സീരിയലായിരുന്നു. കാരണം ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു രാജകീയ സ്വീകരണമാണ് പല സ്ഥലത്തും. അതെ അതെ, അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ പിന്നെ സീരിയലുകളാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ എൻ്റെ നാട്ടിലൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. അതെ അതെ അതെ, കാക്കശങ്കരനും ഇത്തിക്കരപ്പക്കിയും ഒന്നിക്കുന്നു. ഇത്തിക്കരപ്പക്കി, കായംകുളം കൊച്ചുണ്ണി, കടുവാശ്ശേരി ബാബ, അങ്ങനെ 6 ആൾക്കാരാണ്. അതിൽ സജീദ് പുത്തലത്ത്, പ്രകാശ്, വിജയകുമാർ, ടോഷ്, ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ 5 പേരായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ അതിനുശേഷം കൈതേരി സഹദേവൻ, അല്ല അതിന് മുമ്പ് റെഡ് ചില്ലീസ് വന്നല്ലേ? റെഡ് ചില്ലീസ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന രജപത്ര രഞ്ജിത്തേട്ടൻ തന്നെയാണ് റെഡ് ചില്ലീസ് ചെയ്തത്. ഇതിൻ്റെ ഒരു സ്വീകാര്യത അതേപോലെ തന്നെ ഈ കഥാപാത്രം ഭയങ്കര ഹിറ്റായിരുന്നു, കിംബദൻ എന്ന് പറഞ്ഞ. അപ്പം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയതാണ് മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട്. ഇത് തന്നെയാണ് മറ്റേ നമ്മുടെ ഭയങ്കര ഹിറ്റായ ഒരു പാട്ട്, കാത്തരുളു ശ്രീരാമ വരമരുളു ശ്രീരാമ. അത് ആ സോങ് ഇപ്പോഴും അത് ഒരു ആൽബം സോങ് ആണ്. അന്ന് ഒരു കാലഘട്ടത്തിൽ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നിറയെ ആൽബങ്ങൾ, ഡിവോഷണൽ സോങ്സ് ഇഷ്ടംപോലെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് കാലം നമ്മൾ കുടുംബം പോറ്റിയതുകൊണ്ട്. പക്ഷെ ആ CD കാലഘട്ടം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സമയത്ത് അപ്പോൾ അതിൽ കുറേ ഹിറ്റ് പാട്ടുകളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ ശ്രീരാമൻ്റെ എന്താണ്, കാത്തരുളുക ശ്രീരാമ വരമരുളുക ശ്രീരാമ കേൾക്കാനിനെയും വൈകരുതേനി പാട്ട്. അതിപ്പോഴും ഒരു ഉത്സവ പറമ്പുകൾ. അതെ, അത് കുറെ ആളുകൾ റീലൊക്കെ ചെയ്യുന്നുണ്ട്, അത് പലതും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡാൻസ് ആയിരുന്നു അല്ലേ മൊത്തത്തിൽ? ഫുൾ ഡാൻസ് ആയിരുന്നു. ഡാൻസ് ആ സമയത്ത് നാടകം കളിക്കുന്ന സമയത്ത് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അങ്ങനെ കളിക്കും. റെഡ് ചില്ലീസ് കഴിഞ്ഞിട്ട് പിന്നെ കൈതേരി സഹദേവൻ വന്നു. കൈതേരി സഹദേവൻ ഒരു 4 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം റെഡ് ചില്ലീസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ആളുകൾ ഇനി സിനിമയിലേക്ക് വിളിക്കുന്നു, ആരും വിളിച്ചില്ല. അങ്ങനെ കഴിഞ്ഞ് വീണ്ടും രജപത്ര രഞ്ജിത്തേട്ടൻ തന്നെ വിളിച്ചു ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിന് എന്തോ എന്നിലുള്ള നടനിലുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം, കാരണം ലെഫ്റ്റ് തരുന്നത്. അത് പക്ഷേ നല്ല ക്ലിക്കായി. ഒരേ സമയത്ത് തമിഴിലും മലയാളത്തിലുമായിട്ട് മുന്നോട്ട്. അതാണ് കാരണം ആ ഒരു കഥാപാത്രം. അതിനുശേഷം പിന്നെ അങ്ങനെ ഇരിക്കേണ്ടി വന്നില്ല, ബിസി തന്നെയായിരുന്നു. ഈ സഹദേവ് എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഹരീഷ് പേരടി അടയാളപ്പെടുത്തിയ ഒരു ക്യാരക്ടറാണ് അല്ലെ? ആ ഒരു ലെങ്തി ഷോട്ടില്ലേ, മറ്റേ സോഡ
അത് ഞങ്ങൾ കണ്ണൂർ മാടായിപ്പാറയിലെന്ന് പറഞ്ഞിട്ട് ഷൂട്ടൊക്കെ. അപ്പോൾ തിരുവനന്തപുരത്ത് ഷൂട്ട് കഴിഞ്ഞ് എല്ലാവർക്കും ചാത്തൂന് ഓർമ്മയുണ്ടോ? കൈതേരി അമ്പു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്ത് ഷൂട്ട് കഴിഞ്ഞ് ട്രെയിനിൽ കയറിയിട്ട് ആ സീന് കണ്ണൂർ പോയിട്ട് എടുത്ത് അടുത്ത ട്രെയിനിൽ കയറി വീണ്ടും തിരുവനന്തപുരത്ത് വന്ന് അങ്ങനെ പോയ ഒരു ഷൂട്ടായിരുന്നു. അപ്പോൾ ആ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ എടുത്ത കണ്ണൂർ മാടായിപ്പാറ. അപ്പോൾ അതിന് അധികം ടേക്കുകളൊന്നും പോയിട്ടില്ല. ആദ്യത്തെ ഒരു ടേക്കിൽ തന്നെ ആ സോഡ കൊണ്ട് എറിയുന്നത് വരെ ഒരു ഷോട്ടായിരുന്നു. അത് വരെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഷോട്ട് എടുത്തു. പിന്നെ അതിൻ്റെ ഡെയിലി കുറച്ച് ക്ലോസും കാര്യങ്ങളൊക്കെ എടുത്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ഒറ്റ ടേക്കിൽ പോയതാണ്. ഒന്നും പ്രോമിറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ പഠിച്ച് ചെയ്ത സാധനങ്ങളായി. ഇതേ സമയത്താണ് തമിഴിലേക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. തമിഴിൽ വിക്രം വേദ പോലുള്ള പടങ്ങൾ, അങ്ങനെ ഒരുപാട് പടങ്ങൾ. ഇപ്പോൾ തമിഴിലേക്കുള്ളൊരു എൻട്രി കിട്ടിയപ്പോൾ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രി, തമിഴ് ഇൻഡസ്ട്രി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തമിഴ് കുറച്ചുകൂടി പ്രൊഫഷണലായ ഇൻഡസ്ട്രിയാണ്. വലുത് എന്നല്ല ഞാൻ പറയുന്നത്, പ്രൊഫഷണലായ ഇൻഡസ്ട്രിയാണ്. അതിനെക്കാട്ടും പ്രൊഫഷണലായ സംഭവമാണ് തെലുങ്കൊക്കെ. ഇവിടെ നമ്മൾ അതേ സമയത്ത് നമ്മൾ ചെറിയ ഇൻഡസ്ട്രിയാണല്ലോ, നമ്മൾ കുറച്ച് തിയേറ്ററുകളും കുറച്ച് ചെറിയ സ്ഥലവും ഒക്കെ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അത്ര പ്രൊഫഷണൽ ആവാത്തത്. എങ്കിൽ പോലും നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നവരാണ് അന്ധകാലം മുതൽ ഇന്നകാലം വരെ. അത് ഈ അടുത്ത കാലത്ത് കൂടെ ഞാനിപ്പോൾ ഇത് പറഞ്ഞു ഏതൊരു ഇൻ്റർവ്യൂവിൽ സത്യരാജ് സാർ ഒരു തെലുങ്ക് സിനിമയിലിരുന്ന് എന്നെ സാക്ഷിയാക്കി മറ്റ് തെലുങ്ക് ആർട്ടിസ്റ്റുകളോടും ടെക്നീഷ്യൻസോടും പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു തരം വേറെ ലെവലിലൊരു സാധനമാണ്. അത് നമ്മളെ മലയാളത്തെ പറ്റി അത് പ്രേം നസീർ സാറിനെ പറ്റി പറഞ്ഞു. പ്രേം നസീർ സാർ 600ഓളം സിനിമകളിൽ നായകനായിട്ടുള്ള വേൾഡ് റെക്കോർഡ് അത് ഇതുവരെ തകർക്കപ്പെട്ടില്ല. അതിൽ തന്നെ ഷീലാമിയായി ചേർന്നിട്ടുള്ള ഒരേ നായികയായിട്ട് 110 സിനിമകൾ, അതും തകർക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ ഇവരുടെ ഇൻഡസ്ട്രിയാണ്. 18 ദിവസം കൊണ്ട് സിനിമ ഉണ്ടാക്കുന്നവർ. ഇതൊക്കെയുള്ള അന്നത്തെ കാലത്ത് വലിയ ഓളവും തീരുമ്പോഴുള്ള സാധനങ്ങളൊക്കെ അന്ന് പി എൻ മേനോൻ സാറൊക്കെ വന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ നമ്മൾ ഈ ചെറിയ സംഭവങ്ങൾ അപ്പോൾ ഇതിനൊക്കെ സാക്ഷിയാക്കിയിട്ട് ഇങ്ങേ തലക്കൽ നിന്ന് ഞാൻ അതിൻ്റെ ഒരു ഭാഗ്യമല്ലേ അത് ഞാൻ അതാണ് ആ സുഖമാണ് ഞാൻ അനുഭവിച്ചത്. അവൾ പഴയ ആളുകൾ പറഞ്ഞു കേട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ചെന്നൈയിലാണ്, കന്നഡയും തെലുങ്കും തമിഴും മലയാളം ചെന്നൈയിലാണ്. അപ്പം ഇവരുടെയൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി കാലങ്ങളിൽ അതേ സെറ്റിൽ വെച്ചിട്ട് ആ സെറ്റിനെ എന്തോ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് നമ്മൾ സിനിമ ഉണ്ടാക്കും അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അവരെ അത് ഫിലിമിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടാണ് ഈ പണി. അതിൻ്റെ പക്ഷെ ഇന്നത്തെ കുട്ടികളും പിടിക്കുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. അവരുടെ സൗകര്യങ്ങൾ വെച്ചാൽ നല്ല സിനിമ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഉണ്ട് ഇത്, അതിൻ്റെ പാരമ്പര്യമാണ് ഇപ്പം ഇങ്ങനെ പോണത് മാത്രം. ഇപ്പോൾ തമിഴിൽ വരുമ്പോൾ ഹരീഷ് പേരടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കൂടുതലും തമിഴിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നതല്ല, എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. തമിഴ് മക്കൾ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ ഞാൻ സെലക്ട് ചെയ്യാറേയില്ല. ഞാൻ ഒട്ടും സെലക്ട് ചെയ്യാത്ത ആളാണ്. സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്നെ സെലക്ട് ചെയ്യുന്നത് മുഴുവൻ എൻ്റെ സംവിധായകരാണ്. അവർക്കുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവർ സെലക്ട് ചെയ്താണ് മലൈക്കൊട്ട വാല്യുവിലെ അയ്യനാർ. അതേപോലെ ഓളവും തീരത്തിലെ ജോസ് പ്രകാശ് സാറിന് ശേഷം ആ കഥാപാത്രത്തെ ചെയ്യാൻ അതിൻ്റെ സംവിധാനം പ്രിയൻ സാറ് ചെയ്തതാണ്, മറ്റേത് ലിജോ ചെയ്തതാണ്. ഇതുപോലെ തമിഴിലും വിക്രം വേദയാണെങ്കിലും കൈദിയാണെങ്കിലും എല്ലാം ഞാൻ വിചാരിക്കുന്നല്ല. ഇപ്പം അടുത്ത കാലത്ത് ഒരു സിനിമ ഇറക്കി ബമ്പർ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായൊരു സിനിമയാണ്. ആ സിനിമയിലൊരു കഥാപാത്രത്തെ ഞാൻ എങ്ങനെ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ തേടി ഇത് വന്നു എന്നുള്ളത് ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. തമിഴിൽ അതൊരു മലയാളിയായ ഒരു സ്വാത്വികനായൊരു മുസ്ലിം ക്യാരക്ടറാണ് ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിഗംഭീരമായ റിപ്പോർട്ടാണ് ആ സിനിമയെക്കുറിച്ചും ആ കഥാപാത്രത്തെക്കുറിച്ചും. ഒരുപക്ഷെ ആ സിനിമയിലെ നായകനായ വെട്രി പോലും ലാസ്റ്റ് ഈ സിനിമ കണ്ടത് ഹരീഷ് സാർ താൻ ആ ഹീറോ എന്ന് സംവിധായകനോട് ചോദിച്ചു. അതിന് കാരണം എന്താ വെച്ചാൽ ഈ ആ കഥാപാത്രം എന്നെ വരാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവര് ആ കഥാപാത്രം എന്നെ തേടി വരുന്നത് അതിന്റെ സംവിധായകനാണ് എന്നെ സെലക്ട് ചെയ്തത്. സെൽവകുമാർ മലയാളത്തെക്കാൾ കുറച്ച് തമിഴ് ഇൻഡസ്ട്രിയാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് അവര് ശ്രദ്ധിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ശ്രദ്ധിക്കുന്നതല്ല, എന്നെ ശ്രദ്ധിക്കുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തെലുങ്കിലേക്ക് എത്തിയത്. തെലുങ്ക് സിനിമകൾ പോലും ഞാൻ അധികം കണ്ടിട്ടില്ല സത്യാവസ്ഥ. തമിഴൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. തെലുങ്ക് സിനിമകളൊക്കെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഭാഷ തന്നെ എൻ്റെ മുന്നിൽ വെച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാൻ കൂടിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അവിടെയൊക്കെ ഞാൻ പോയിട്ട് ഒരു പ്രോമിറ്റിങ്ങും ഇല്ലാതെ തന്നെയാണ് പഠിച്ച് ചെയ്യുന്നതൊക്കെ എല്ലാ സാധനങ്ങളും. അപ്പോൾ അവർക്ക് സ്വീകാര്യമായതുകൊണ്ട് അടുത്തടുത്ത സിനിമകൾ സംഭവിക്കുന്നു എന്ന് മാത്രം. തമിഴിലെ പ്രേക്ഷകർക്ക് ചേട്ടനാണ് അല്ലേ വിക്രം വേദയിലെ കഥാപാത്രമാണ് സഞ്ജു സാംസണൊക്കെ. ഇപ്പം പുള്ളി രാജസ്ഥാൻ റോയൽസിൻ്റെ അവിടുന്ന് ചേട്ടൻ വിളിക്കുന്നതാണ്. പക്ഷെ തമിഴിൽ
അതെ അതെ, തമിഴ് ഈ ചേട്ട എന്നാണല്ലോ വിക്രം വേദല കഥാപാത്രത്തിന്റെ പേര്. എനിക്കൊന്ന് അതാണ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള അതെ അതെ. അപ്പൊ അത് ഒരു സാധാരണക്കാരായ വളരെ സിനിമാ പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പോഴും ആ പേരാണ് ചേട്ട എന്നാണ് വിളിക്കുക അവര് ഇപ്പോഴും. അതിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഓർമ്മകൾ എന്തെങ്കിലും? അത് തീർച്ചയായിട്ടും അത് വിജയ് സേതുപതി ആയിരുന്നു. ഞങ്ങൾ ആണ്ടവൻ കട്ടലയിലായിരുന്നു ഒന്നിച്ച്, അദ്ദേഹമാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് പുഷ്കറും ഗായത്രിയുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അന്ന് നല്ല രസകരമായ ഷൂട്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ഹിറ്റിലേക്കാണ് അത് പോകുന്നതെന്ന്. ഞാൻ അഭിനയിച്ച സിനിമകൾ തന്നെ, ഞാൻ തിയേറ്ററിൽ പോയി 3 പ്രാവശ്യം കണ്ട സിനിമകളിൽ ഒന്ന് വിക്രം വേദിയാണ്. അത് കാരണം കാണാനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ അതിനുശേഷം ഒരുപാട് പടങ്ങൾ, ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ചെറിയ റോളിലാണെങ്കിലും പിന്നെ ഇത് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. മെർസൽ, വിക്രം, അങ്ങനത്തെ എല്ലാ പടങ്ങളിലും. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഇത് മെർസൽ ഇതേപോലെ വലിയൊരു ക്യാരക്ടറാണ്. അതിൻ്റെ ഫുൾ ലെങ്ത് ഷൂട്ട് പുറത്തൊക്കെ ഉണ്ടായിരുന്നു. മെസിഡോണിയ, പോളണ്ട് അങ്ങനെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വിജയ് എന്ന് പറഞ്ഞ വലിയൊരു താരമല്ലേ, സൂപ്പർ താരമല്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനും വളരെ ക്ലോസ് ആയിട്ട് പെരുമാറാനും ഒക്കെ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായത്. അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം പൊളിറ്റിക്സിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഇപ്പം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഒക്കെ. അത് വിജയിക്കാൻ സാധ്യതയുണ്ടോ, എങ്ങനെയാണ് അത് അറിയില്ല നമുക്ക്. പക്ഷേ ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷ്മതയിൽ എടുക്കുന്നതുകൊണ്ട് തള്ളിക്കളയാനും പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. തമിഴ് സിനിമയും തമിഴ് രാഷ്ട്രീയം നമ്മൾ എപ്പോഴും കൂടിച്ചേർന്ന് നിൽക്കുന്നത്. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതായത് എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയം അന്ന് ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പം അന്ന് ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ വിഷയം ഉണ്ടായല്ലോ അവിടെ. ആ സമയത്ത് പുള്ളി ബീച്ചിൽ പോയിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരുന്നു. ആദ്യ ആളുകൾക്ക് മനസ്സിലായില്ല, പിന്നെയാണ് ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് അതൊരു വാർത്തയായി വന്ന സമയത്ത്. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ കാരണം അവിടെ പോയി ഇരിക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല, എൻ്റെ നാട്ടിലൊരു സംഭവം നടക്കുന്നു. അപ്പോൾ അതിങ്ങനെ എനിക്ക് പല രീതിയിലും കാണാം. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്ന് കാണാം, അല്ലെങ്കിൽ ആരും അറിയാതെ കാറിൽ വന്നിട്ട് നോക്കിയിട്ട് കാണാം, ഒക്കെ കാണാം. പക്ഷെ അങ്ങനെ കണ്ടാൽ അത് മനസ്സിലാവും, അതിൻ്റെ സ്പന്ദനം അറിയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ഇടയിൽ ഒരാളായിട്ട് ഇരുന്നത് മനസ്സിലാക്കാൻ തോന്നി. അങ്ങനെ പോയി എന്ന് മാത്രം. അതാണ് ആള്. ആ സമയത്ത് പുള്ളി പൊളിറ്റിക്സിലേക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം. രാഷ്ട്രീയം ഉള്ളിൽ ഉണ്ടായിരിക്കും, ഇറങ്ങുമ്പോഴല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. അല്ലാത്തൊരാൾക്ക് അവിടെ പോയിരിക്കാൻ പറ്റുമോ? വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ പോലെ. ഇപ്പം ഇതേപോലെ കുറേ ക്യാരക്ടേഴ്സ് ഇപ്പം ഒരുപാട് സിനിമകളിൽ, മലയാള സിനിമകളിൽ തന്നെ ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ വേഷം, നമ്മൾ നേരത്തെ പറഞ്ഞ മലൈക്കോട്ട വാലിബൻ്റെ വേഷം, അപ്പോൾ ഇങ്ങനത്തെ വലിയ മരക്കാറിലെ വേഷം. അപ്പോൾ ഈ വലിയ സിനിമകളിലെ വേഷം ചെയ്യുമ്പോഴുള്ള ഒരു വലിയ നടന്മാരുമായിട്ട് മോഹൻലാലായിട്ട് കോംബോ ആണ്, മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അതായത് അഭിനയിക്കുമ്പം നമ്മൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പം ഒരു വളരെ ചെറുപ്പം മുതലേ കാണുന്ന ആളുകളല്ലേ, അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഇന്ന ആളുടെ കൂടെ സെലക്ട് ചെയ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് അഭിനയിക്കുന്ന ആ നിമിഷങ്ങളിൽ എനിക്കങ്ങനെ തോന്നാറൊന്നുമില്ല. കാരണം അത് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള രീതികളും കൊടുക്കലും വാങ്ങലും മാത്രമായിട്ടാണ് ഞാനതിനെ കാണാറ്. അതുകൊണ്ട് തന്നെയാണ് അത് നിലനിന്ന് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം തിരിച്ച് നമ്മൾ ദാസേട്ടനിലേക്ക് വരുമ്പം മകനും കൂടെ അഭിനയിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഈ സിനിമയിൽ വെറും ദാസൻ മാത്രമല്ല, ദാസേട്ടൻ മാത്രമല്ല, ദാസേട്ടൻ്റെ കൂടെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അവരാണ് ഈ സൈക്കിൾ ഉന്തുന്നതും പിടിക്കുന്നത്. അങ്ങനെയാണ് ഈ സൈക്കിൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മുഴുവൻ തിയേറ്റർ ഗ്രൂപ്പുകളിൽ നിന്നാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകൃതമായ എൻ്റെ പഴയ നാടകകാലങ്ങളിലെ സുഹൃത്തുക്കളും അല്ലാത്തവരൊക്കെ ആയ സുഹൃത്തുക്കളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചെറിയ ആക്ടേഴ്സ് അല്ല, വലിയ ആക്ടേഴ്സാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. വെറും 4 സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുക. അഭിനയത്തിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വേറെ തന്നെയാണ്. അത് ഒരുപാട് കാലങ്ങളായി ചെയ്യുന്നവരുണ്ട്. അപ്പം അത്തരം ആളുകളൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട്. അപ്പം എൻ്റെ നിർമ്മാണ പ്രക്രിയയിലുണ്ടാകുന്ന ഇതൊരു മൂവ്മെൻ്റാണത്. സത്യത്തിൽ ഇത്തരം ഇനിയുള്ള അടുത്ത സിനിമകളിലേക്ക് പോലും ഏർപ്പെടുകയാണെങ്കിൽ ഇത്തരം മൂവ്മെൻറ്റ്സാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അത്തരം ഇപ്പം മലയാള സിനിമയിലെ നല്ല സംവിധായകരൊക്കെ ഈ സിനിമ ശ്രദ്ധിക്കുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല ആക്ടേഴ്സിന് സംഭാവന ചെയ്യുന്ന സിനിമയും കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഞാൻ ഈ സിനിമയെ കാണുന്നുണ്ട്. അല്ലാതെ വെറും ഒരു നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് മാത്രമല്ല. പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില മൂല്യങ്ങൾ ഉണ്ട്, തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് വേണം. കാരണം അതാണ് ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിലൊക്കെ ഉള്ളത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത്തരം സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതിൻ്റെ ഇപ്പം നമുക്ക് ഇടക്കാലത്ത് ബാലേന്ദ്ര മേനോൻ ഉണ്ടായിരുന്നു, പ്രിയദർശൻ ഉണ്ടായിരുന്നു, സത്യനന്ദിക്കാട് ഉണ്ടായിരുന്നു. ഇവരൊക്കെ അവിടെ വെച്ച് പോയൊരു വടിയുണ്ട്.
ഇപ്പോൾ സന്ദേശം ചർച്ച ചെയ്യാത്ത ആളുകളുണ്ടോ അല്ലേ? ഇപ്പോൾ തിലകൻ ചേട്ടനെ പറ്റി അതിലൊക്കെ ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ ചെയ്യുന്ന വെറും നടന്മാരുടെ മാത്രം ഇതല്ല, അത് അവരുടെ പിന്നിലുള്ള ആ സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ വല്ലാത്തൊരു അവസ്ഥ. അവർ തിരഞ്ഞെടുക്കുന്ന വിഷയം, അവർ കൈകാര്യം ചെയ്ത രാഷ്ട്രീയമാണ് അതൊക്കെ. അത് കൈകാര്യം ചെയ്ത സ്ഥലങ്ങൾ ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പം അതൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള തോന്നലിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്തരം കുടുംബ വിഷയങ്ങൾ. കാരണം കുടുംബത്തിൽ നിന്നാണ് ആദ്യം വിപ്ലവം തുടങ്ങേണ്ടത്. അത് വേറൊരു സ്ഥലത്തു നിന്ന് ആകാശത്തു നിന്ന് വന്ന് ഭൂമിയിൽ വീഴാനുള്ളൊരു സാധനമല്ല. അതിപ്പം നമ്മളെ അച്ഛനും അമ്മയും കുട്ടികളും തമ്മിൽ ഇരുന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ പലപ്പോഴും പല വീടുകളിലും ചർച്ച നടക്കുന്നില്ല. ആ ചർച്ച നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പലപ്പോഴും ഇത്തരം വാർത്തകളിൽ കാണേണ്ടി വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് വീടെന്ന് പറയുന്ന, കുടുംബം എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിന്, ആ മഹാപ്രസ്ഥാനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത ആളുകളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ടാണ്. നമുക്കതിന് ആദ്യം ആവശ്യം തുറന്ന ചർച്ചകളാണ്. ആ ചർച്ചകളെ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കണം. അവരോട് പറയാൻ പറ്റാത്ത വിഷയങ്ങളില്ല, അവർക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത വിഷയങ്ങളില്ല. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആരെന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്ക് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയെന്നൊക്കെ പറയാൻ പറ്റണം. അങ്ങനത്തെ ഒരു പൊളിറ്റിക്സാണ് അത് ചർച്ച ചെയ്യുന്നത്. ദാസേട്ടൻ സംസാരിക്കുന്ന, ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന സിനിമ സംസാരിക്കുന്ന രാഷ്ട്രീയം അതാണ്. ആരാണ് നിൻ്റെ നല്ല സുഹൃത്ത് എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറയാം. അല്ലെ ആരാണ് നിങ്ങളുടെ സുഹൃത്ത് എന്ന് എൻ്റെ മക്കളാണെന്ന് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനിപ്പം ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയൊരു സംഭവമാണ്. ഹരീഷ് പരടി പലപ്പോഴും നേരിട്ടിരിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഈ നാടകീയമായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെ വിമർശനങ്ങൾ മുമ്പ് നേരിട്ടിട്ടുണ്ടോ? അതായത് ഈ നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു ക്യാരക്ടർ ആകുമ്പോൾ പുള്ളിയുടെ സംസാര ശൈലിയിൽ അങ്ങനെ അത് കേട്ടിട്ടുണ്ടോ? അല്ല, അത് ചിലപ്പോൾ ചിലവർ പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ പറയാറ് പൊതുവെ കുറവാണ്. പിന്നെ ചിലവർ അങ്ങനെ നമ്മളെ വിമർശിക്കാൻ വേണ്ടി അങ്ങനെ പലതും കണ്ടെത്തുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ കണ്ടെത്തുന്നത് തെറ്റാണെന്ന് ഞാൻ കാണുന്നില്ല. അത് ഞാൻ അഭിമാനമായിട്ടാണ് കാണുക. എന്നിൽ നാടകമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരധികം അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുക. കാരണം നാടകം എന്ന് പറഞ്ഞാൽ നാട്ടിൻ്റെ അകമാണ്. നാട്ടിൻ്റെ അകം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനെന്തിനാണ് ലജ്ജിക്കുന്നത്? അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷം. അപ്പം മാർച്ച് 14 റിലീസാണ്. നിങ്ങൾ വയലൻസ് സിനിമകൾ കുറ്റം പറഞ്ഞ് മാത്രം ഇരുന്നാൽ പോരാ. ഇത്തരം ദാസേട്ടൻ്റെ സൈക്കിൾ പോലെയുള്ള നമ്മുടെ കുടുംബത്തിലെ കഥകൾ പറയുമ്പോൾ അത് കാണാൻ കൂടി കുടുംബം ചേർന്ന് തിയേറ്ററുകളിൽ വരിക എന്നുള്ളത് നമ്മുടെ സാംസ്കാരികമായ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാർച്ച് 14 കാണാം. താങ്ക് യു.